ഭൂപതിവ് ഭേദഗതി നിയമത്തിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലയിൽ LDF പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം. ഇടുക്കിയിലെത്തിയ ഗവർണർക്ക് നേരെ വഴിയിലുടനീളം കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. SFI DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിവരങ്ങളുമായി സനോജ് ചേരുന്നു. സനോജ്, ഹർത്താൽ പൂർണ്ണമായിരുന്നു, അതുപോലെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? 1960 ഭൂപതിവ് നിയമം മൂലം ഇടുക്കി ജില്ലയിലെ കർഷകർ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിയമസഭ ബില്ല് പാസാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ഗവർണറുടെ അനുമതിക്കായി രാജ്ഭവനിലേക്ക് അയച്ചുവെങ്കിലും ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഗവർണർ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ആണ് ഇത് ഏറെ പ്രതികൂലമായി ബാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണറുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഈ രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്ന അതേ ദിവസം തന്നെ ഏത് പ്രദേശത്തെ ജനങ്ങളെയാണോ ഈ നിയമം ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത് ആ പ്രദേശത്തെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇടുക്കിയിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് എത്തിയത്. ഇതിനെ തുടർന്നാണ് ഈ ഗവർണറുടെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു നാടിന്റെ പ്രതിഷേധം അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് LDFന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ ഹർത്താൽ സംഘടിപ്പിച്ചത്. ഈ തൊടുപുഴയിൽ നടത്തിയ ഹർത്താലിന്റെ ഭാഗമായി ഗവർണർ വന്നപ്പോഴേക്കും ഇടുക്കി ജില്ലയുടെ പ്രവേശന കവാടത്തിലേക്ക് കടന്നപ്പോൾ തന്നെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ രംഗത്ത് വരികയും കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. 4 ഇടങ്ങളിലാണ് SFI പ്രവർത്തകർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കൊടി പ്രയോഗം നടത്തിയത്. ഇതിനുശേഷം ഗവർണർ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശേഷം മടങ്ങുകയുമായിരുന്നു. ഈ മടങ്ങുന്നതിനിടയിൽ അദ്ദേഹം പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഈ വേദി വിട്ട് പുറത്തേക്കിറങ്ങി വാഹന വ്യൂഹത്തിൽ കയറി മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് റോഡിന്റെ ഇരുവശങ്ങളിലും കാത്തുനിന്ന പ്രവർത്തകർക്കിടയിലേക്ക് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഗവർണർ ഗസ്റ്റ് ഹൗസിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. അവിടെ അല്പസമയം വിശ്രമിച്ചതിന് ശേഷം ഗവർണർ വീണ്ടും എറണാകുളത്തേക്ക് മടങ്ങുന്നതിനിടയിൽ SFI DYFI പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ വലിയ പ്രതിഷേധത്തിനിടയിലൂടെയാണ് ഗവർണർക്ക് തൊടുപുഴയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത്. എന്തായാലും രാവിലെ മുതൽ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ആ ഹർത്താൽ വൈകുന്നേരം 6 മണി വരെയാണ് ഉണ്ടായിരുന്നത്. ഹർത്താലിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ടാക്സി വാഹനങ്ങൾ ഒന്നും തന്നെ സർവീസ് നടത്തിയില്ല. പൊതുഗതാഗതവും ഈ ഹർത്താലിനോട് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ തടയാനോ അല്ലെങ്കിൽ കടകൾ ബലമായി അടപ്പിക്കാനോ സമരാനുകൂലികൾ ആരും തന്നെ രംഗത്ത് വരാത്ത സാഹചര്യത്തിലും ഈ സമരത്തിന് അനുകൂലമായ നിലപാട് പ്രകടിപ്പിച്ചുകൊണ്ട് വ്യാപാരികളും ഒപ്പം തന്നെ മറ്റ് മോട്ടോർ വാഹന ജീവനക്കാരുമെല്ലാം ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഹർത്താലിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഗവർണറോടുള്ള പ്രതിഷേധ സൂചകമായി കുമളി, നെടുങ്കണ്ടം, കട്ടപ്പന, തൊടുപുഴ എന്നിവിടങ്ങളിൽ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും. ഭൂപതിവ് ഭേദഗതി നിയമത്തിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലയിൽ LDF പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം. ഇടുക്കിയിലെത്തിയ ഗവർണർക്ക് നേരെ വഴിയിലുടനീളം കരിങ്കൊടി പ്രതിഷേധം. SFI DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിവരങ്ങളാണ് സനോജ് നൽകിയത്.